നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമപരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചു എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചാണോ പണി നടക്കുന്നത് എന്നതിൽ പരിശോധന നടത്തും. ഈ രണ്ട് അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൾ റോയ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്രപാൻ പാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായി ഇന്ന് രാവിലെ തിരച്ചിൽ തുടങ്ങി. മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. പിതാവ് ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഇരയായ 7 വയസ്സുകാരി ഋതികയാണ് മരിച്ചത്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 2:15 മരിച്ചത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ രാവിലെ 10:00 സംഭവം. ഭർത്താവിനൊപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയതായിരുന്നു സുരഭിയും മകൻ സൗരവും. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തെരുവുനായ ഓടിവന്ന് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവർക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി. ആശുപത്രി പരിസരത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയുടെ അകത്തും പുറത്തും നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുകയാണെന്നും പലപ്പോഴും രോഗികളുടെ കട്ടിലിനടിയിൽ വരെ നായ്ക്കൾ കയറിക്കൂടാറുണ്ടെന്നും പരാതിയുണ്ട്. ഏത് സമയത്തും നായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭീതിയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടെ എത്തുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു ഇടപെടലുകളും ഉണ്ടാകാത്തത് രോഗികളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനായി ഒരുക്കിയ വൈദ്യുതി അലങ്കാരത്തിന്റെ ലൈറ്റുകൾ തകർന്നു വീണു. ആർക്കും പരിക്കില്ല. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പള്ളിയുടെ മുൻവശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന അലങ്കാര ഭാഗമാണ് നിലംപതിച്ചത്. തുടർന്ന് ജീവനക്കാരെത്തി പുനർനിർമ്മാണം ആരംഭിച്ചു. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് കുന്നംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്കുള്ള കളിപ്പാട്ട വിതരണോദ്ഘാടനം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ സർഗാത്മകതയും വിനോദവും വർദ്ധിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് പദ്ധതിയിലൂടെ 48 അങ്കണവാടികൾക്ക് കൈമാറിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ഷാജിജു, വിവിധ കൗൺസിലർമാർ, ICDS ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ പ്രിയ ടീമുകളായ ബ്രസീലും പോർച്ചുഗലും അപ്രതീക്ഷിതമായി ടൂർണമെന്റിൽ നിന്ന് പുറത്തായതോടെ നിരാശയിലായത് ആരാധകർ മാത്രമല്ല, വിപണിയും കൂടിയാണ്. ലോകകപ്പ് സീസൺ ലക്ഷ്യമിട്ട് വലിയ തോതിൽ മുൻകൂട്ടി വ്യാപാരം നടത്തിയ ചെറുകിട കച്ചവടക്കാരുടെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ ചുവപ്പ് കാർഡ് ലഭിച്ചിരിക്കുന്നത്. വൻകിടക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് പ്രതീക്ഷിച്ചുള്ള ജേഴ്സി, കൊടി, ഫ്ലക്സ്, ഫോട്ടോ തുടങ്ങിയ ലോകകപ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. വെറും 2 ദിവസം കൊണ്ടാണ് സജീവമായിരുന്ന വിപണിക്ക് മങ്ങലേറ്റത്. വ്യാപാരികൾ സാധാരണയായി ലോകകപ്പ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ ആവശ്യക്കാർ ഉണ്ടാകാറുള്ളത്.
ടീമുകൾ മുന്നേറുന്നതിനനുസരിച്ച് വിൽപ്പനയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ചെറുകിട വ്യാപാരികളും അച്ചടിശാലകളും മുൻകൂട്ടി സ്റ്റോക്ക് ഒരുക്കുക പതിവാണ്. എന്നാൽ ഈ രണ്ട് വൻകിട ടീമുകളും ടൂർണമെന്റിൽ നിന്നും പുറത്തായതോടെ ആരാധകർ അനുബന്ധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പൂർണ്ണമായി പിന്മാറി. വിറ്റഴിക്കാനാകാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകൾ വ്യാപാരികളെ വലിയ ആശങ്കയിലാക്കുകയാണ്. തെരുവു കച്ചവടക്കാരും ചെറുകിട അച്ചടിശാലകളും ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയായി മാറി. അതേസമയം നിലവിലെ വിപണി മാന്ദ്യത്തിനിടയിലും ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച സ്പെയിൻ, ബെൽജിയം, മൊറോക്കോ, നോർവേ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളുടെ കൊടിയും ജേഴ്സിയും അന്വേഷിച്ച് പുതിയ ആരാധകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ നിന്നും മിന്നും വിജയം നേടി അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫൈനൽ മത്സരങ്ങൾ അടുത്തെത്തുന്നുണ്ടെങ്കിലും വിപണിയിൽ പതിവ് ലോകകപ്പ് ആവേശം ഇപ്പോഴും പ്രകടമല്ല. ശേഷിക്കുന്ന ടീമുകളുടെ പ്രകടനവും ഫൈനൽ പോരാട്ടവും ആശ്രയിച്ചാണ് വ്യാപാരികളുടെ ബാക്കി പ്രതീക്ഷകൾ. എന്നാൽ ഇതിനകം നേരിട്ട വലിയ നഷ്ടം നികത്താൻ പുതിയ ട്രെൻഡ് മതിയാകില്ലെന്ന ആശങ്കയാണ് ചെറുകിട കച്ചവടക്കാർക്കുള്ളത്. ലോകകപ്പിൽ 2 ഗോളിന് പിന്നിൽ നിന്ന അർജന്റീനയുടെ അവിശ്വസനീയ തിരിച്ചുവരവ് ആഘോഷിച്ച് ചാലിശ്ശേരിയിൽ അർജന്റീന ആരാധകർ. പ്രദേശത്തെ GCC മാർബൽ, കൈരളി, ഫ്രണ്ട്സ് അറക്കൽ തുടങ്ങിയ വിവിധ ക്ലബ്ബുകൾ ഒരുക്കിയ വലിയ സ്ക്രീനുകളിൽ അർജന്റീന ഈജിപ്ത് മത്സരം തത്സമയം വീക്ഷിക്കാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. അർജന്റീന ആരാധകർക്കൊപ്പം ബ്രസീൽ, പോർച്ചുഗൽ ടീമുകളുടെ ആരാധകരും കളി കാണാൻ എത്തിയതോടെ ക്ലബ്ബുകളിലെ ആവേശം ഇരട്ടിച്ചു. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ 2 ഗോളിന് പിന്നിലായ അർജന്റീനയെ കാത്തിരുന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു. എന്നാൽ പിന്നീട് ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയ ടീം തുടർച്ചയായി 3 ഗോളുകൾ നേടി 3-2 ആവേശ വിജയം സ്വന്തമാക്കി. അവസാന വിസിൽ മുഴങ്ങിയതോടെ ക്ലബ്ബ് പരിസരങ്ങൾ ആഘോഷവേദികളായി മാറി. ആർപ്പുവിളികളും കരഘോഷങ്ങളും പടക്കങ്ങളുടെ ശബ്ദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അർജന്റീന ആരാധകർ വിജയം ആഘോഷിച്ചു. മധുര വിതരണവും നടത്തി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശവും ജൂലൈ 8 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, മാസ്തകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 11 ദിവസങ്ങളിലായി നടക്കുന്ന പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രികാചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭുവായ ശിവനുമുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രതിഷ്ഠയായ ശിവനും സ്വയംഭുവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക. ജൂലൈ 18 ശനിയാഴ്ച സമാപന ദിവസം രാവിലെ മുതൽ ഗണപതി ഹോമം, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, ഉഷപൂജ, സഹസ്രകലശം, പരികലശാഭിഷേകം, വലിയപാണി ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ സ്വയംഭൂ ശിവനായും, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, പ്രോക്തശാന്തി ശൈലാഭിഷേകം, പാണി തത്വകലശാഭിഷേകം, കർപ്പൂരാദി പരികലശാഭിഷേകം, വലിയപാണി കുംഭേശകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾ പ്രതിഷ്ഠയായ ശിവനായും നടത്തും. സമാപന ദിവസം രാവിലെ 11 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവുമുണ്ടാകും. 63 വർഷങ്ങൾക്കുശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ചെലവുകൾ വഹിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ക്ഷേത്രമേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK സുനിൽ, TR സജീവ്, മാധവ മേനോൻ, PM പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൈമാറുന്ന 1 ഗോൾ 1 ട്രീ പ്രചരണത്തിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ വിദ്യാർത്ഥികളും പങ്കാളികളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ CMI, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി. ഓരോ ഗോളിനും ഓരോ വൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി സ്കൂൾ പരിസരത്തും
വീടുകളിലും നട്ടുപിടിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. സമത കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള 24ഓളം ടീമുകൾ മാറ്റുരച്ച പോരാട്ടത്തിൽ ശ്രീമുരുകൻ ചെമ്മണ്ണൂർ 1-ാം സ്ഥാനവും നൻപൻസ് ചൊവ്വനൂർ 2-ാം സ്ഥാനവും റെഡ് ആർമി ഇഞ്ചിക്കുന്ന് 3-ാം സ്ഥാനവും നേടി. വനിതകളുടെ സൗഹൃദ മത്സരവും ടൂർണമെന്റിന് മാറ്റേകി. ആവേശോജ്വലമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി കായിക പ്രേമികൾ എത്തിയിരുന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് അസോസിയേഷൻ ചാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ഒ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NA സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പരമേശ്വരൻ മാസ്റ്റർ, PB സുനിൽകുമാർ, TK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ചരമം. മറ്റം ഇമ്മട്ടി വർഗീസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് തോമസ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. അൽഫോൺസ ഭാര്യയും ജെമി വർഗീസ്, ജെബി വർഗീസ് എന്നിവർ മക്കളുമാണ്. പാറന്നൂർ എടക്കളത്തൂർ റിട്ടയർഡ് റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ജെയ്സൺ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തി. മേഴ്സി ഭാര്യയും ജിൽഷ, ജ്യോതിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം പുലിക്കോട്ടിൽ പരേതനായ അപ്പാപ്പുവിന്റെ മകൻ ജോൺസൺ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. ഓമനയാണ് ഭാര്യ. ജിസ്നി, ജിഷ്മ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ പൂവത്തിങ്കൽ അന്തോണി മകൻ തോമസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. പരേതയായ ബേബി ഭാര്യയും ടിൻസി മകളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.